ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനാമിക് ലിസ്റ്റ് നമുക്ക് എങ്ങനെ റിയാക്ടിലേക്ക് കൊണ്ടുവരാമെന്നാണ്. അപ്പൊ ഇതിനകത്ത് ഹെഡർ ഡോട്ട് ജെ എസിനകത്ത് നമ്മൾ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കസ്റ്റം കോമ്പോണന്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ 4 പ്രാവശ്യമാണ് നമ്മൾ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ കോർ കോൺസെപ്റ്റ് ഡേറ്റ എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് 0, 1, 2, 3. കാരണം ഈ കോർ കോൺസെപ്റ്റ് ഡേറ്റയ്ക്കകത്ത് നമുക്ക് 4 എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഈ 4 എലമെന്റ്സ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ 0, 1, 2, 3 എന്ന് പറഞ്ഞു കൊടുക്കും. സപ്പോസ് ഞാനിപ്പോ ഇവിടെ ഞാനിത് കമന്റ് ചെയ്തെന്ന് വെച്ചു. കമന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആക്ച്വലി ഇത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. പ്രോപ്സ് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ കാണുന്നില്ല, കാരണം ഇത് അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, സോ ഈ മൂന്നാമത്തെന്ന് പറയുന്നത് പ്രോപ്സ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ സ്റ്റേറ്റ് കാണിക്കത്തില്ല, കാരണം ഞാൻ ഇവിടെ കമന്റ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് 3 എലമെന്റ്സേ ഉള്ളൂ. സോ ഈ 3 മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. ബാക്കി ഈ താഴത്തെ കോമ്പണന്റ് അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇതല്ല നമ്മുടെ ഈ പ്രോപ്പർ വേ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ അറേ ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യും. അതാണ് മാപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ജാവാസ്ക്രിപ്റ്റ് അറേ മാപ്പ്. ഓക്കെ, സോ ഈ മാപ്പിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു അറേ അല്ലെങ്കിൽ പുതിയൊരു അറേ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് തരും. അതാണ് മാപ്പിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ മാപ്പ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ രണ്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് കേർലി ബ്രേസ് ഇട്ടിട്ടതിന് ശേഷം നമ്മളിവിടെ കോർ കോൺസെപ്റ്റ് ഡേറ്റ നമ്മളിവിടെ കൊണ്ടുവരും. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയും ഇതൊരു ഒരു അറയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ ഡോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഉണ്ട്. കൺകാറ്റ്, കോപ്പി, വിത്തിൻ. ഇവിടെ നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് നമ്മൾ മാപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ മാപ്പ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ ഇൻബിൽഡ് പ്രോപ്പർട്ടിയാണ്, അല്ലാതെ റിയാക്ടിന്റെ പ്രോപ്പർട്ടി അല്ല. ഓക്കെ, സോ ഈ മാപ്പിനകത്ത് നിങ്ങൾക്ക് അറിയാം, മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ കറണ്ട് വാല്യൂ. ഓക്കെ, ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് വാല്യൂ, അതിന്റെ തൊട്ടടുത്ത് ഇൻഡെക്സ്, പിന്നെ ARR എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. അതായത് അറേയുടെ കറണ്ട് എലിമെന്റിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിവിടെ മാപ്പിനിവിടെ ഞാൻ ആരോ ഫംഗ്ഷൻ ഇടാൻ പോവാം. ആരോ ഫംഗ്ഷനകത്ത് ഈ ബ്രാക്കറ്റിനകത്ത് എന്താ പറയാ എലമെന്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറഞ്ഞു ഇടാം. ഓക്കെ, അപ്പൊ ഈ മാപ്പിനകത്ത് എന്താ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഓരോ എലമെന്റും എടുത്തുകൊണ്ട് വരും. നമ്മൾ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ മാപ്പ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സിമ്പിൾ വേ. കാരണം നമുക്ക് കോഡിംഗ് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മൾ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ എടുത്ത് പേസ്റ്റ് ചെയ്യും. ഓക്കെ, കോർ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഈ ഡോട്ട് സിൻടാക്സ് ഇത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ എലമെന്റ് എടുത്തുകൊണ്ട് വരും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ കോർ കോൺസെപ്റ്റ്സ് ഓഫ് ഡേറ്റ, ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് കോർ കോൺസെപ്റ്റ് ഡേറ്റ ഓഫ് 1ന് പകരം ഈ ഓഫ് 1 എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു എലമെന്റ് ആണ്. അതായത് ഓരോരോ എലമെന്റ് ആണ്. അപ്പൊ ഇവിടെ ഈ എലമെന്റ് എന്നും പറയുന്നത് നമുക്ക് ഓരോരോ എലമെന്റ് ആയിട്ടാണ് വരുന്നത്. സോ ഇവിടെ എലമെന്റ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി ഇവിടെ നമ്മൾ ഇവിടെ കമന്റ് ചെയ്യാം. ഞാനിത് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ മറ്റേ ആവത്തില്ല.
ഓക്കെ. ഡബിൾ ഈക്വൽ ടു എൻ സിൻസസ് സോ നമുക്കിവിടെ റിട്ടേൺ അടിച്ചു കൊടുക്കാം. ഓക്കെ. സോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളെ മാപ്പ് മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ സാമ്പിൾ ഡേറ്റയ്ക്കകത്ത് ഇവിടെ ഞാൻ അൺകമന്റ് ചെയ്താലും അവിടെ സ്റ്റേറ്റ് എനിക്ക് കിട്ടണം. ഓക്കെ. സോ നമുക്കിവിടെ സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഡൈനാമിക് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു അറേ ഓബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ അറേ ലിസ്റ്റ് ആണ് വരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പല മെത്തേഡിലും നമുക്ക് യൂസ് ചെയ്യാം. മാപ്പ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഈച്ച് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ സമ്മ്, ഈ അറേയുടെ ഏത് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ മാപ്പ് ചെയ്തെടുക്കാം. സോ ഇത്രയും ലെങ്ത് നമുക്ക് ഇത്രയും കോഡിംഗ് ലെങ്ത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ഡൈനാമിക് ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ. ഓക്കെ. സോ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത്